നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മികച്ച ടീമിന് വേണ്ട അടിത്തറ സ്ട്രോങ് ഡിഫൻസീവ് സിസ്റ്റമാണ്. ആ അടിത്തറ കാർലോ അഞ്ചലോട്ടി ഇട്ട് കഴിഞ്ഞു. അഞ്ചലോട്ടിയുടെ സിസ്റ്റത്തെക്കുറിച്ച് കൃത്യമായിട്ട് അലിസൺ ബെക്കർ പറയുന്നു. ബ്രസീലിയൻ ടീമിൻ്റെ ഗോൾ കീപ്പർ അലിസൺ ബെക്കർ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. കോച്ച് വളരെ വല്ലാത്തൊരു എനർജിയാണ് ടീമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, ഓൾറെഡി അദ്ദേഹം വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ഡിഫൻസീവ് ഓർഗനൈസേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇക്കഡോറിനെതിരെ നമ്മളത് കണ്ടു. ഇക്കഡോർ ഒരു ഫിസിക്കൽ ടീമാണ്, ഒരുപാട് സ്പീഡൊക്കെ ഉള്ള ടീം. അവർക്ക് എതിരെ നമുക്ക് ശക്തമായിട്ട് നിൽക്കണമെങ്കിൽ, ഡ്യുവൽസിലൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ മികച്ചൊരു ഡിഫൻസ് ഉണ്ടാവണം. സോ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ അദ്ദേഹം ഡിഫൻസിൽ ഒരുക്കിയിട്ടുണ്ട്. ഫസ്റ്റ് മാച്ചിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഉണ്ടായിരുന്നത്. ഒരു സോളിഡ് ഡിഫൻസീവ് സിസ്റ്റം ഉണ്ടാകണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു മികച്ച ടീമിൻ്റെയും അടിസ്ഥാനം അതാണ്. ആ അടിത്തറ ഇപ്പോൾ ഉള്ള കോച്ച് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആഞ്ചലോട്ടിയുടെ സ്റ്റൈലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കൂടി ഒന്ന് കാണണം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ആഞ്ചലോട്ടിയെ പോലുള്ളൊരു കോച്ചിന് കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുക എന്നുള്ളൊരു പ്രിവിലേജ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം ദേശീയ ടീമിലേക്ക് എത്തുന്നതിന് മുമ്പ് നല്ല കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ബ്രസീലിയൻ താരങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ച ബ്രസീലിയൻ താരങ്ങളിൽ നിന്ന്. വസ്തുത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കോച്ചാവുന്നു, ഇവിടെ കോച്ചാവുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും വളരെയധികം ഇംപ്രസ്ഡ് ആയിരുന്നു. എൻ്റെ ക്ലബ്ബിൽ ലിവർപൂളിൽ ഒരുപാട് പേര് ഈ വാർത്ത കേട്ട് ഇംപ്രസ്ഡ് ആയിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരിലും വലിയ രൂപത്തിൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഇപ്പോൾ ആഞ്ചലോട്ടി വന്നപ്പോൾ. ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിച്ചൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയാണ്. അദ്ദേഹം സംസാരിക്കുന്ന ഘട്ടത്തിൽ, ഡെയിലി ബേസിസിൽ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിൽ, ഇപ്പോൾ ഒരു ഗെയിമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ട്രെയിനിങ്ങിൻ്റെ ഘട്ടത്തിൽ, അപ്പോഴൊക്കെ അദ്ദേഹം വളരെ സിമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ്, എങ്ങനെ തൻ്റെ ടീം കളിക്കണം, ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു തരാൻ അദ്ദേഹത്തിന് വളരെ അനായാസം സാധിക്കുന്നു. ഇത് കാര്യങ്ങൾ വ്യക്തതയോടുകൂടി കളിക്കാർക്ക് മനസ്സിലാക്കാനും സഹായിക്കുന്നുണ്ട്. ആളുകൾ എപ്പോഴും ആഞ്ചലോട്ടിയെ കുറിച്ചാണ് അധികം പറഞ്ഞത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും ശക്തമാണ്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫ് വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. യഥാർത്ഥത്തിൽ കോച്ച് ഒറ്റക്കല്ല വിജയിക്കുന്നത്, മികച്ചൊരു ടീം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുകൂടി അലിസൺ ബെക്കർ പറയുന്നു. തീർച്ചയായിട്ടും അലിസനെ പോലെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ബ്രസീൽ ടീം മൊത്തമുള്ളത്. കോച്ച് കാർലോ അഞ്ചലോട്ടി അവരെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.